ഓരോ പ്രവൃത്തിയും ആസൂത്രണത്തോടെ ചെയ്യുക. അതാണ് വിജയത്തിലേക്ക് എത്താനുള്ള മാർഗം. സ്വന്തം ശക്തിയും ദൗർബല്യങ്ങളും മനസ്സിലാക്കുക. അത് മുന്നോട്ടു പോകാൻ സഹായിക്കും. നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരിച്ചു വരില്ല. ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് ഓർക്കുക. അതിനെ ബുദ്ധിപരമായി ഉപയോഗിക്കുക. സമയം വിലപ്പെട്ടതാണ്. നിങ്ങൾക്ക് ശരിയെന്ന് ഉറപ്പുള്ള കാലത്തോളം നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ച് മുന്നോട്ടു പോവുക. കാരണം മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെയാണ് ജീവിച്ചു തീർക്കേണ്ടത്. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക. കാരണം അത് കേട്ടയാൾക്ക് പൊറുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, മറക്കാൻ സാധിക്കില്ല. ജീവിതം മരണത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ സ്നേഹിക്കുന്നത്, പക്ഷേ നിങ്ങളെ വെറുക്കുന്നു? മരണം പ്രതികരിച്ചു, കാരണം നിങ്ങളൊരു മനോഹരമായ നുണയാണ്, ഞാനൊരു വേദനാജനകമായ സത്യവും. ഓരോ വേദനയും ഓരോ പാഠം നൽകുന്നു. ഓരോ പാഠവും ഓരോ വ്യക്തിയെ മാറ്റുന്നു. മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളെയും അതിന് വഴിവെക്കുന്ന സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ പഠിക്കുക. അത് പക്വതയുടെ അടയാളമാണ്. സകലരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതം ആർക്കും സാധ്യമല്ല. എന്നാൽ നിങ്ങൾക്ക് സ്വയം സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നത് സാധ്യമായ ഒരു കാര്യവുമാണ്. എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ ധൈര്യം ആവശ്യമുള്ളതുപോലെ ശാന്തനായി അത് കേൾക്കാനും ധൈര്യം ആവശ്യമാണ്. എല്ലാ ബന്ധങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട്. ആ പരിധി മറക്കാതിരിക്കുക. നല്ല ബന്ധങ്ങൾ എന്നും ജീവിതത്തോട് ചേർത്ത് പിടിക്കുക. ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. നിങ്ങളെ 2 തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ ഒരു വ്യക്തിയെ ഒരിക്കലും വിശ്വസിക്കരുത്. ഒന്നാമത്തെ തവണ അതൊരു മുന്നറിയിപ്പായിരുന്നു. 2ാം തവണ ഒരു പാഠവും. അതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കരുത്. ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളുമൊക്കെ സ്വാഭാവികം മാത്രമാണ്. അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണമെന്ന് മാത്രം. സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ അതുപോലെ തിരിച്ചും സ്നേഹിക്കുമെന്നുള്ള ഒരു തോന്നലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി. നിങ്ങൾക്ക് 1000 സുഹൃത്തുക്കളുണ്ടെങ്കിൽ അത് അത്ഭുതമല്ല. ആയിരക്കണക്കിന് ആളുകൾ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ കൂടെ നിൽക്കാൻ ഒരു സുഹൃത്തുണ്ടെങ്കിൽ അതാണ് അത്ഭുതം. കാലം എന്നെങ്കിലും ഒരു നാൾ നിങ്ങളുടെ ഗുണഗണങ്ങളെ വിലയിരുത്തുന്നതിന് മുൻപ് നിങ്ങൾ സ്വയം അതിനെ കണ്ടെത്തുവാനും അതിൽ അഭിമാനിക്കാനും പഠിക്കുക. വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനേ സമയമുണ്ടാകൂ. അവർക്കുള്ള മറുപടി കാലം കരുതി വച്ചിട്ടുണ്ട്. അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റി വയ്ക്കരുത്. ഇന്ന് തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം. നാളെ എന്നൊന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത്. പ്രവർത്തിക്കുക. സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കണം. പരിഹാസങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. വിയർപ്പൊഴുക്കി അധ്വാനിക്കണം. തളർത്തുന്നവരുടെ മുമ്പിൽ പുഞ്ചിരിയോടെ തല ഉയർത്തി നടക്കണം. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടി മനസ്സിലാക്കണം. സത്യം എന്തെന്നറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക. ജീവിതം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിനാലാണ് പലരും പരാജയപ്പെടുന്നത്. നിങ്ങളെല്ലാ പ്രതിസന്ധികളോടും പോരാടുക. ധൈര്യമായിരിക്കുക. ഒരു ദിവസം നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ശക്തിയുടെ ഉറവിടമായി മാറും. നിങ്ങളത് നേടുക തന്നെ ചെയ്യും. സമ്പത്ത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യം. അതിനാൽ ആരോഗ്യകാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കുക. നിനക്കെതിരെ എറിയുന്ന കല്ലുകളെടുത്ത് തിരികെ എറിയരുത്. കൂട്ടിവെച്ച് അതിന് മുകളിൽ കയറി നിൽക്കണം. എന്നിട്ട് എറിഞ്ഞവരെ നോക്കുക. അവർ ഒരുപാട് താഴെയും പ്രതികരിക്കാത്ത നീ അവരിൽ നിന്ന് ഒരുപാട് മുകളിലും എത്തിയിട്ടുണ്ടാവും. ചിലപ്പോഴൊക്കെ വിഡ്ഢികളെ പോലെ ആകുന്നതാണ് നല്ലത്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ അങ്ങ് നടക്കണം. ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത്. പ്രതികരിക്കുന്നില്ല എന്നു കരുതി ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് അർത്ഥമാക്കരുത്. ആസ്വദിക്കാൻ അറിയാമെങ്കിൽ ഏകാന്തതയാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദര നിമിഷം. കൈ നിറയെ പണം ഉള്ളവനല്ല, മനസ്സ് നിറയെ സമാധാനം ഉള്ളവനാണ് യഥാർത്ഥ സമ്പന്നൻ. നേടാൻ കഴിയാതെ പോകുന്ന എന്തിനോടും
നമുക്കൊരിഷ്ടം കൂടുതലായിരിക്കും. കാരണം നേടാൻ കഴിയാത്തത് പലതും നമ്മുടെ സ്വപ്നങ്ങളാണ്. ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നാം ഒരിക്കലും തളരാനും പാടില്ല. അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും. പക്ഷെ അത് കേട്ടയാളുടെ മനസ്സിൻ്റെ മുറിവുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നീട് എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാവും. കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗി ഇല്ലാത്തതായി ഒന്നും തന്നെയില്ല ഈ ലോകത്ത്. മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ. അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരു പിടി നല്ല ഓർമ്മകളുമാണ്. അർഹതയില്ലാത്ത ചില്ലമേൽ പടർന്ന് പിടിക്കാതിരിക്കുക. അടർത്തി മാറ്റപ്പെടുമ്പോൾ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് സമ്മാനിച്ചേക്കാം. തേളിനെ പോലെയാണ് ചിലർ. തട്ടിയാലും തലോടിയാലും കുത്തി നോവിക്കും. അവരുടെ നന്മയ്ക്കായി നീട്ടിയ കരങ്ങളിൽ പോലും കുത്തി നോവിക്കുക എന്നത് അവരുടെ ജന്മപ്രകൃതം തന്നെയാണ്.